കേട്ടോളൂ സഹോദരന്മാരെ, ഇതാരാ? ഓ അബ്ദുള്ള മൗലവി. ഇയാളെ വാദം എന്താന്ന് ശരിക്കും കേട്ടോളൂ. ഈ മൗലവി ഇയാൾ ജമാഅത്തെ ഇസ്ലാമിന്നും പുറത്താക്കിയ ആളാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വൃത്തികെട്ട പ്രസ്ഥാനം. അതിന്നും പുറത്താക്കിയ പിന്നെ ആളൊന്നിനും പറ്റില്ല എന്ന് ഉറപ്പായി. ഇയാൾ ലേഖനം എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കണം. തേജസ് ദിനപത്രത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 20 എന്റെ കയ്യിലുണ്ട് ലേഖനം. തിരികേശം മർക്കസിൽ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ലേഖനം എഴുതാൻ തോന്നിയത്. അങ്ങനെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇദ്ദേഹം ഏഷ്യാനെറ്റ് ചാനലിൽ വന്നു. ഏഷ്യാനെറ്റ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലുള്ള സാക്ഷാൽ ഓ അബ്ദുള്ള മൗലവിയാണ് നിങ്ങൾ കാണുന്നത്. അയാൾ പറയുന്നത് കേട്ടോ നിങ്ങൾ, പ്രവാചക സ്നേഹമെന്ന് പറയുന്നത് പ്രവാചകനെ അംഗീകരിക്കലാണ്, അല്ലാതെ പ്രവാചകന്റെ മുടിയിട്ട വെള്ളം കുടിക്കുക, രോഗം മാറുക, ഇതൊന്നും പ്രവാചക സ്നേഹമല്ല എന്ന് ഒരു മൗലവി. സുബ്ഹാനല്ലാഹ്, പ്രവാചകനെ അനുകരിക്കൽ മാത്രമാണോ പ്രവാചക സ്നേഹം? പറയുന്ന ആള് പ്രവാചകനെ അനുകരിച്ചിട്ടില്ല, താടിയും കൂടിയും പഠിച്ചിട്ടായി പറയുന്നത്. നോക്ക് നിങ്ങൾ. എന്നിട്ട് അയാൾ പറയാണ് ഇതൊക്കെ പൗരോഹിത്യമാണ്, അങ്ങനെ ഇല്ല. അയാൾ പറയുന്ന ഭാഷ നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോളൂ സഹോദരന്മാർ. അല്ലാതെ ഈ പ്രവാചകന്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നമ്മൾ പറയുന്ന ബോഡി വേസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ വാക്ക് പറഞ്ഞതിനെ പറ്റി എന്നെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം, അതിനെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുകൊണ്ട് അത് വിശുദ്ധമാണ് എന്ന രീതിയിൽ അതെടുത്ത് സൂക്ഷിക്കുകയും അത് വെള്ളത്തിലിട്ട് കുടിക്കുകയും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ എല്ലാ രോഗങ്ങളും മാറുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു തരം പൗരോഹിത്യത്തിന്റെ കടന്നുകയറ്റം. ഇപ്പൊ ഇസ്ലാം പ്രവാചകന് വെളിപ്പെട്ട ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പൗരോഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും ശപിക്കപ്പെട്ട ഒന്നാണ്. ലേഖനം എഴുതിയതിനെ തുടർന്ന് ഓ അബ്ദുള്ളയ്ക്ക് നേരെ ഭീഷണിയുണ്ടായി. ഭീഷണിക്ക് വഴങ്ങാതെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നതോടെ വിവാദത്തിന് ചൂടുപിടിച്ചു. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിലെതിരെ വള്ളിപ്പുള്ളി സർഗം വ്യത്യാസമില്ല, ഞാൻ അതിൽ തന്നെ തുടരും. കാരണം ഉറച്ചെന്നെ നരകത്തിൽ കെടുക്കും വേണ്ടി അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഇയാളുടെ വീടിന് മുന്നിൽ ചെന്നു. അതിന്റെ പ്രഭാഷണത്തിന്റെ CD ഇവിടെയുണ്ട്. അയാളെ ഈ ക്ലിപ്പുകളൊക്കെ വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ ചെന്നു. അയാളുണ്ടായിരുന്നു സദസ്സിൽ. അയാളോട് പറഞ്ഞു, ഓ മൗലവി, നിങ്ങൾ എന്തായി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള മുടി അല്ലെങ്കിൽ അവിടത്തെ ഒരു വസ്തു, ഇതിൽ നിന്ന് ബറക്കത്തെടുക്കുന്നത് പൗരോഹിത്യമാണത്രേ. എന്നാൽ ആദ്യത്തെ പൗരോഹിതരാരാവും? ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്താകും. ശരിക്ക് ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ്, ഞാനിത് പറയുന്നത് സ്നേഹമുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു ഗ്രൂപ്പും പ്രശ്നമാക്കാതെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എന്റെ കരണിന്റെ കഷ്ടമായ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ സഹോദരന്മാരെ, എന്തിനാണിത് പറയുന്നത് എന്നറിയോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുകേശം പിടിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണത് എന്നറിയോ? അവിടുത്തെ മുടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അലി തങ്ങൾ പറയുന്ന ഹദീസാണ്, മൻ ആദാ ശഅറത്തൻ മിന്നീ ഫഖദ് ആദാനീ. എന്റെ തിരുമുടിയെ ഒരാൾ ദ്രോഹിച്ചാൽ അവൻ എന്നെ ദ്രോഹിച്ചവനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നെ ദ്രോഹിച്ചാലോ, ശരിക്ക് കേട്ടോ, ഇതിന് ഒരു രാഷ്ട്രീയമില്ല, ഒരു ഗ്രൂപ്പുമില്ല, ഹബീബിന്റെ വാചകമാണത്. എന്താ പറഞ്ഞത്? എന്റെ കേശത്തെ മുടിയെ ഒരാൾ ദ്രോഹിച്ചാൽ അവൻ എന്നെ ദ്രോഹിച്ചവനാണ്. വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്. ഒരാൾ എന്നെ ദ്രോഹിച്ചാൽ അവൻ അല്ലാഹനെ ദ്രോഹിച്ചവനാണ്. വമൻ ആദല്ലാഹ. ഒരാൾ അല്ലാഹനെ ദ്രോഹിച്ചാൽ ലഅനഹുല്ലാഹ്. അല്ലാഹു അവനെ ശപിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവന്റെ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നബിതങ്ങളുടെ ശഅർ അല്ലെങ്കിൽ നബിതങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരാൾ ആക്ഷേപിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, ഇമാം റാസിയുടെ തഫ്സീർ എടുത്ത് നോക്കിക്കോ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും കാന്തപുരം ഉസ്താദും ജനിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി അതാ രേഖപ്പെടുത്തുന്നു, വമൻ തഅനാ ഫീ ശഅറത്തിൻ മിൻ ശഅറാതിക യക്ഫുർ. ഓ നബിയേ, അങ്ങയുടെ തിരുമുടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു മുടിയെ ഒരാൾ ദ്രോഹിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് കേട്ടോ. ഇത് ഗൗരവമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചില ആളുകൾ രാവിലെ മുസ്ലിമാകും,
വൈകുന്നേരവും കാഫിറായി പോയിട്ടുണ്ടാവും, വൈകുന്നേരം മുസ്ലിമാവും, രാവിലെ ആവുമ്പോഴേക്ക് കാഫിറായി പോയിട്ടുണ്ടാവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗൗരവമാണ്. അതുകൊണ്ടായി പറയുന്നത്. എന്നാ ഇപ്പോ കാഫിറാവുക, ഇസ്ലാമെന്ന് പുറത്താവുക പറഞ്ഞാൽ ചിലപ്പോ ഒരു ചെറിയ വാചകം കൊണ്ട് സംഭവിച്ചേക്കാം. ഒരാളിങ്ങനെ വരുമ്പോ ചോദിച്ചു, മോനെ ദുഹ്ർ നിസ്കരിച്ചോ? അപ്പൊ അയാൾ പറഞ്ഞു, എന്ത് ദുഹ്ർ, ആർക്ക് ദുഹ്ർ, എനിക്കങ്ങനെ ഒരു നിസ്കാരം തന്നെ നിർബന്ധമില്ല. തമാശക്ക് പറഞ്ഞതാ. പക്ഷേ അവൻ പോയി, മുർത്തദ്ദായി, അവൻ കാഫിറുകളിൽ പെട്ടുപോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നമുക്ക് അല്ലാഹു തന്ന നാവും നമുക്ക് അല്ലാഹു തന്ന കാതും ഒരു സംശയത്തിനും ഇടപെടാതെ സൂക്ഷിച്ചങ്ങ് ജീവിക്കണം. ഇനി നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ലേ മിണ്ടാതിരിക്കണം, ആക്ഷേപിക്കാൻ പോകേണ്ടതില്ല. അതാണ് ശരിയായ വഴി. ഞാൻ ഇൻഷാ അല്ലാഹ് അത് പറയുന്നു. ശരിക്കും ശ്രദ്ധിച്ചോളൂ സഹോദരന്മാരെ. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി ഉണ്ടല്ലോ, അയാൾ ഒന്നുകൂടി കൃത്യമായിട്ട് പറയാണ്. ശരിക്കും കേട്ടോളൂ. അയാൾ പറയുന്നത് ആ രണ്ട് രൂപത്തിൽ. അയാൾ ആദ്യം പറയുന്നത് മർക്കസിന് ഈ മുടി കിട്ടിയതിനെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നിട്ട് അയാൾ പറയുന്നു സ്വഹാബത്ത് മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓ അബ്ദുള്ള പറഞ്ഞത് അങ്ങനെ തന്നെ ഇല്ലാതാ. സ്വഹാബത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്തിനല്ല, പുണ്യുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല. അത് വാപ്പ മരിച്ച വാപ്പന്റെ പേന, വാപ്പാന്റെ ഡയറിക്ക് നമ്മൾ എടുത്തു വെക്കുമല്ലോ, എന്നതുപോലെ എടുത്തു വെച്ചതാണ്. കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട് വാപ്പാന്റെ മുടി നമ്മൾ എടുത്തു വെക്കാറുണ്ട്, അതുപോലെയാണ്. വാപ്പാന്റെ മുടി നമ്മൾ ആരും എടുത്തു വെക്കല്ല, അത് വേറൊരു കാര്യം. ഇരിക്കട്ടെ, ആദ്യം ആള് മർക്കസിന് വന്ന മുടിയെ കുറിച്ച് പറയുന്നത് കേട്ടോ. ആ പത്രം നമ്മുടെയൊക്കെ കൈവച്ചിട്ടുണ്ട്. എന്താ പരസ്യം എന്നറിയോ? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പ്രദർശനവും ബുർദാസ്വാദനവും. എവിടെ? കാരന്തൂർ മർക്കസു സഖാഫത്ത് സുന്നിയ. അതിന് നേതൃത്വം നൽകുന്നത് ഷെയ്ഖുന ഷെയ്ഖുസ്സമാൻ, ഖുതുബുസ്സമാൻ, ഖമറുൽ ഉലമ എന്നൊക്കെ ഇപ്പോൾ പറയുന്ന നമ്മുടെ അടുത്ത പ്രദേശക്കാരനായ ബഹുമാന്യനായ പിന്നെ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം, പിന്നെ ഇബ്രാഹിം, പിന്നെ ബുഖാരി ഖലീൽ തങ്ങൾ, ഇങ്ങനെ കുറെ ആൾക്കാരുടെ നേതൃത്വം. എന്താ അവിടെ നടക്കുന്നത്? റസൂലുള്ളാഹിന്റെ മുടി പ്രദർശനം. ഞാൻ വളരെ കൃത്യമായി പറയുന്നു. ശ്രദ്ധിച്ചോല്ലോ. ഏതായാലും ആവട്ടെ, അതൊക്കെ നമുക്ക് വിടാം. ശരിക്കും ശ്രദ്ധിച്ചോ, വിഷയത്തിലേക്ക് തന്നെ വരൂ. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്തെ അവിടുത്തെ മുടിയെ നമ്മൾ അറിയാതെ പോലും പറഞ്ഞു പോകരുത്. നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ, നമ്മൾ അങ്ങോട്ട് പോകണ്ട, വെള്ളം കുടിക്കണ്ട, പക്ഷേ ആക്ഷേപിക്കാൻ പോകരുത്. അവിടെയാണ് പ്രശ്നം. അത് ഈമാൻ നശിപ്പിക്കുന്ന കാര്യമാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ സഹോദര. ബാലുശ്ശേരി പറയുന്നത് ഓ അബ്ദുള്ള മൗലവിനേക്കാൾ ഒന്നുകൂടി നന്നായിട്ടാണ്. അയാൾ പറയുന്നത് സ്വഹാബത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പുണ്യം കിട്ടാനല്ല. വെക്ക് കൃത്യമായി പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന, ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ. സ്നേഹമുള്ള മക്കള് അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെ കൊണ്ടു, അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യം എന്തെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. അപ്പൊ ഏതായാലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നായി. ഇനി എന്തിനാന്ന് പഠിച്ചാൽ മതി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് മുടി സൂക്ഷിച്ചു വെച്ചത് പുണ്യം കിട്ടാനല്ല എന്നാണ് അയാൾ പറഞ്ഞത്. പുണ്യം കിട്ടാനാണെന്ന് ഞാൻ മൗലവിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോവാണ്. ശരിക്ക് കേട്ടോളൂ സഹോദരന്മാരെ. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറേ മുബാറക് എടുത്തു വെക്കുന്നു. ആ ശഅറേ മുബാറക് അതാ എന്തിനാ എടുത്തു വെച്ചത്? ബുഖാരിയിൽ കാണാം. സ്വഹാബികൾക്ക് രോഗമായാൽ, സ്വഹാബികൾക്ക് കണ്ണേറ് ബാധിച്ചാൽ അവരൊക്കെയും ഓടി ചെല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് എന്നിട്ട് ആ മുടിയിട്ട വെള്ളം കുടിക്കുന്നു. അവരെ രോഗം മാറുന്നു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. അതിലാർക്കും തർക്കമില്ല. പണ്ട് വരെ വിചിന്തനത്തിൽ എഴുതിയിരുന്നു ബാലുശ്ശേരി പറഞ്ഞ ഈ കാര്യം. വിചിന്തനം എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ വാരിക. അതിലെഴുതി എന്തെഴുതി? അവരെഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ മുടിക്ക് ബർക്കത്തില്ല. പക്ഷെ അന്ന് അവരെ തിരുത്തി എന്ന് സക്കരിയ സലാഹി പറയുന്നത് കേട്ടോ. മുടിക്ക് ബർക്കത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് തെറ്റുപറ്റിയതാണ് എന്ന് സക്കരിയ സലാഹി കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മുടി വീതിച്ചെടുത്തതും അതുപോലെ സൂക്ഷിച്ച ഹദീസ് കൊണ്ട് ധരിച്ചു. യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത്. ഞങ്ങൾ സമ്മതിക്കുന്നു, സൂക്ഷ്മത കുറവാണത്. ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടവരുമായി പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും. യാതൊരു സംശയവും
എല്ലാം തിരുത്തേണ്ടി വരും. എല്ലാം തിരുത്തേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി സ്വഹാബത്തെടുത്ത് വെച്ചത് വെറും ഒരു ബാപ്പയുടെ പേന എടുത്തു വെക്കുന്നത് പോലെ, ബാപ്പന്റെ ഡയറി നമ്മൾ എടുത്തു വെക്കുന്ന പോലെ ഒരു പുണ്യത്തിനും ബറക്കത്തിനുമല്ലാന്നല്ലേ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. നാ കൊണ്ടുവാ സാക്ഷാൽ ഹുസൈൻ സലഫിയെ നാദാപുരത്ത് വെച്ച് പേരോട് ഉസ്താദിന്റെ മുന്നിൽ ഇപ്പോൾ കുമ്പസരിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഹുസൈൻ സലഫി അയാളതാ പറയുന്നു, കേട്ടോ മുസ്ലിമേ, ഇത് ശരിക്ക് കേൾക്കേണ്ടതാണ്. നബിതങ്ങളുടെ മുടിക്ക് ബറക്കത്തുണ്ട്, അത് നബിതങ്ങൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്ത് സൂക്ഷിച്ചു വെച്ചത് വെറുതെയല്ല, അത് ബറക്കത്തിന് തന്നെ എന്ന് അല്ലാഹുവിന്റെ ആ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടാവണം, സാക്ഷാൽ സലഫിയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുകയാണ്. ഇത് മുഴുവനും ഇവിടെ പൗരോഹിത്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ സമുദായത്തെ നശിപ്പിക്കുന്നവരോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂല് തന്നെ അവിടുത്തെ തിരുകേശം സൂക്ഷിച്ചു വെക്കാൻ നിർദ്ദേശിച്ചുവെന്നാണ് സാക്ഷാൽ ഹുസൈൻ സലഫി പറയുന്നത്. കേട്ടോളൂ, സലഫി പറയട്ടെ. ില്ലാത്തവരെന്ന് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുടി വടിച്ചപ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട്. അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ. റസൂൽ വിതരണം ചെയ്ത മുടിയിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ ബറക്കത്തില്ലെന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. അവിടുത്തെ വിയർപ്പെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടുന്ന് ധരിച്ച വസ്ത്രം എടുത്തുപയോഗിച്ചിട്ടുണ്ട്, അവിടുന്ന് ഉതുവെടുക്കുന്ന വെള്ളത്തിന് വേണ്ടി സഹാബിമാര് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്. അല്ലാ തെറ്റിദ്ധരിപ്പിക്കല്ല. ബാലുശ്ശേരി പറഞ്ഞത് ഞങ്ങൾ കേട്ടതാണ് സലഫി, പുണ്യം കിട്ടാനല്ല. അത് ബാപ്പന്റെ പേര സൂക്ഷിപ്പിക്കുന്നത് പോലെ നിങ്ങളെ നേതാവ് പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞത് തമ്മിൽ വൈരുദ്ധ്യമാണ്. ആദ്യം ചെന്നിട്ട് ഈ വാള് മുജാഹിദ് സെന്ററിലേക്ക് കാഹളം കെട്ടിയിട്ട് പറഞ്ഞു കൊടുത്തോ, ഇത് സമസ്തയുടെ കുരുത്തക്കേടാണ് കേട്ടോ, ഒരു സംശയം വേണ്ട. ഇത് നിങ്ങളെ കൊണ്ട് റബ്ബ് പറയിപ്പിച്ചതാണ്. ഇനി കേൾക്കണോ? നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. ഇവിടെ നമ്മൾ മനസ്സ് തുറന്നാണ് പറയുന്നത്. ഒരാളോടും ദേഷ്യമില്ല, എല്ലാവരോടും സ്നേഹം, എല്ലാവരും നന്നാകണം, ആരും വഴിപിരിഞ്ഞു പോകരുത്, ഒരൊറ്റ മുസ്ലിമും ഒരു വാക്കുകൊണ്ടും മുർത്തദ്ദായി പോകരുത്, സൂക്ഷ്മതയോടെ അങ്ങ് ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾ നല്ല നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ആലോചിച്ചോ. ഈ ആസാർ സൂക്ഷിച്ചു, ആസാർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, തിരുശേഷിപ്പുകൾ, ഉദമാവ്, മുൻഗാമികൾ, ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ആസാറുൽ ഖുദമാ എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ തിരുശേഷിപ്പുകൾ. അപ്പൊ ഈ ശേഷിപ്പ് സൂക്ഷിക്കുക എന്നുള്ളത് ഇപ്പൊ തുടങ്ങിയതൊന്നല്ല, ഇപ്പൊ തുടങ്ങിയതല്ല. പണ്ട് ശംബീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കാലത്ത് യുദ്ധത്തിന് ഒരാളെ നേതാവാക്കണം, ആരെ നേതാവാക്കും ചർച്ചയുണ്ടായി. അപ്പൊ അതാ നേതാവായി തോലൂത്തിനെ പ്രഖ്യാപിച്ചു. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിന് യോഗ്യത? അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ എന്താ ഉള്ളത്? മുൻഗാമികളുടെ ആധാറുകൾ. അതേ, ആദം നബിയുടെ ചീർപ്പുണ്ടതില്, മൂസാ നബിയുടെ ചെരുപ്പുണ്ടതില്. ഈ രൂപത്തിൽ നേതാവാകുന്നതിനുള്ള അടയാളം, നേതാവാകുന്നതിനുള്ള അടയാളം, ഒരാൾ നേതാവാകാനുള്ള ഒരു മാനദണ്ഡം, ആ നേതാവിന്റെ കയ്യിൽ മുൻഗാമികളുടെ തിരുശേഷിപ്പ് എത്തലാകുന്നു. അപ്പങ്ങൾ വെറുതെ പറയുക എന്തായാലും. കാരണം അത് AP ഉസ്താദിന് കിട്ടിയപ്പോ അത് നേതാവാകാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കൂല, വേണ്ട ഞാൻ വിട്ടു. എന്നാലേ നമുക്ക് നമ്മളെ ബഹുമാന്യനായ റഹ്മത്തുള്ളാഹി ഖാസിമി അദ്ദേഹത്തിനെ കൊണ്ടുവരാ, എല്ലാ ആദരവും നമ്മൾ അദ്ദേഹത്തിന് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയും 100% സത്യമാണ്, തെറ്റൊന്നുമല്ല, എല്ലാവർക്കും കേട്ടിരിക്കുക, ഖുർആൻ പ്രഭാഷണമാണ്, കേട്ടോളൂ. അദ്ദേഹം തന്നെ പറയുന്നു എന്താണ് നേതാവാകാനുള്ള അടയാളം. ശംബീൽ നബിയുടെ കഥ പറഞ്ഞ് സമുദായത്തിന് റഹ്മത്തുള്ളാഹി ഖാസിമി തന്നെ അത് വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന് കേട്ടോ. ചിന്തിക്കണം, എന്താണ് അമ്പിയാക്കന്മാരുടെ രീതി. ശംബീൽ നബിയുടെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാലൂത്തിനോടുള്ള പ്രശ്നമുണ്ടായി. 2 ലക്ഷത്തോളം വരുന്ന പടയാളികൾ പലസ്തീനും ജോർദാനും അറ്റാക്ക് ചെയ്തു, മുസ്ലിമീങ്ങളെ തകർക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനെ എതിരിടാൻ അക്കാലത്തെ നബിയായിരുന്നു മഹാനായ ശംബീൽ.
ഉറക്കട് പറയും എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? മഹാനായ ശംബീൽ ഒക്കെ എടുത്തു നോക്കി റഹ്മത്തുള്ള വെറുതെ പറയൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ കലാമിന്റെ സദസ്സാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ പറഞ്ഞു യുദ്ധത്തിന് പോകണമെന്ന് ശംബീൽ നബി പറഞ്ഞു അലൈഹിസ്സലാം. യുദ്ധത്തിന് പോകണമെങ്കിൽ സൈന്യാധിപൻ വേണം. അപ്പോൾ പറഞ്ഞു ആട്ടിടയനായ മലമടക്കിലാടിനെ മേക്കുന്ന ആട്ടിടയനായ ഒരു സ്വാലിഹുണ്ട്, മഹാനായ താലൂത്ത് റളിയല്ലാഹു. ഉറക്കണ്ട് പറയും. ആളുകൾ വരും, നിങ്ങൾ ഇന്റെ അടുത്ത് നോക്കിയാൽ മതി, ഇത് കാര്യമായ വിഷയം. അന്ന് തെറ്റിയിട്ട് പിന്നെ നാളെ അതാകാൻ പറ്റുമോ, നാളെ ഇതാകാൻ പറ്റുമോ ഒന്നും ഇവിടെ ചോദിക്കണ്ട. പറയാണ് ഓരോരുത്തർക്കും അതാകണോ ഇതാവണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്, ബാക്കി നിങ്ങൾ പോയി ചിന്തിച്ചോളൂ. അള്ളാഹു നല്ലതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ അല്ലാതെ അങ്ങനെ നോണ കെട്ടിക്കൂട്ടിണ്ടാക്കി പറയാൻ മെനക്കെട്ടാൽ അത് തീരൂല. അതിന് പാർട്ടിക്ക് തീരൂല. പാർട്ടി ഇവിടെ കുറച്ചൊക്കെ വരാൻ ഇനിയും പോകുന്നുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നീ നിന്റെ ഈമാനെ സൂക്ഷിക്കുക. ഇന്ന് മനുഷ്യൻ സ്വർഗത്തിലേക്ക് അടുക്കുന്നതിനേക്കാൾ നരകത്തിലേക്ക് പായുകയാണ്. നരകത്തിലേക്ക് പോയാണ് ഇന്നത്തെ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ശംബീൽ നബി പറഞ്ഞു താലൂത്തിനെ കൊണ്ടൊരു സൈന്യാധിപനാക്കാൻ യുദ്ധത്തിന് പോകാം. അപ്പോൾ ഇസ്രായേലി മുതലാളി മക്കളായ ഇസ്രായേലികൾ പറഞ്ഞു അന്നയകൂനുൽ മുൽകു അലൈനാ വലം യുഗ്ത സഅതം മിനൽ മാൽ വനഹനു അഹഖു ബിൽ മുൽകി മിൻ. എങ്ങനെ താലൂത്തിനെ അധികാരിയാക്കും? താലൂത്തിന് മുതലില്ലല്ലോ. മുതൽ മുഴുവനും ഞങ്ങളെ കയ്യിലല്ലേ. മുതലില്ലാത്തവൻ എങ്ങനെ മുതലുള്ളോന്റെ നേതാവാകുമെന്ന് ശംബീൽ നബിയോട് ചോദിച്ചു അലൈഹിസ്സലാം. അപ്പോൾ പറഞ്ഞു ശംബീൽ നബിയാവുമെന്നേന് താലൂത്ത് നേതാവാകുമെന്നേന് മുതലല്ല മാനദണ്ഡം, ആസാറുൽ ഖുദമ ആണ്. നിങ്ങൾക്കൊരു പെട്ടി വരാൻ പോകുന്നുണ്ട്, ആ പെട്ടി കിട്ടിയ നേതാവാകും എന്ന് പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, തോലൂത്ത് നേതാവാകാനുള്ള യോഗ്യത ആസാറുൽ ഖുദമ ആണ്, മുൻഗാമികളുടെ തിരുശേഷിപ്പാണ്. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ശരിക്ക് ശ്രദ്ധിച്ചോ. ഇതിൽ നമുക്കൊരാളോടും ഒരു രൂപത്തിലും വൈരാഗ്യമില്ല, എല്ലാവരോടും സ്നേഹമാണ്. സഹോദരന്മാരെ, വളരെ ചിന്തിക്കണം മുസ്ലിമീങ്ങൾ. ഈ രംഗത്ത് ഐക്യകണ്ഠേന ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്താർക്കും തർക്കമില്ല. എല്ലാ നല്ല മനസ്സുള്ളവരും ഒരുപോലെയാണ്. ഒന്ന് രണ്ടാളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവർക്കും തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ചിന്തിച്ചോളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മുജാഹിദുകൾ ഇതിനെ എതിർക്കും, അബ്ദുള്ള മൗലവിയും എതിർക്കും. അബ്ദുള്ള മൗലവി ഇതിനെ എതിർത്തപ്പോ ഞാൻ അയാളെ കുറിച്ചൊരു പഠനം നടത്തി. എന്താണ് അബ്ദുള്ള മൗലവി എതിർക്കാനുള്ള കാരണം? അപ്പോഴാണ് പിടുത്തം കിട്ടിയത്. അബ്ദുള്ള മൗലവിയുടെ പുസ്തകം ഞാൻ വായിച്ചു, ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അബ്ദുള്ള മൗലവി പറയുന്നു, എന്റെ ഗുരുനാഥൻ ചേകനൂര് മൗലവിയാകുന്നു. പിടുത്തം കിട്ടി. അപ്പോ അബ്ദുള്ളന്റെ ഗുരുനാഥൻ ആരാ? ചേകനൂരാണ്. ചേകനൂരിന്റെ ശിഷ്യൻ പിന്നെ നന്നാവും തോന്നുന്നില്ല. അതാ ചേകനൂരെന്ന മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ കാണാതായ സാധനം ഇപ്പൊ നിസ്കാരം കളാ വിട്ടാൻ പോയതാന്നാണ് സ്വഹിയായ അഭിപ്രായം. ഏതായാലും ഇരിക്കട്ടെ സഹോദരന്മാരെ. അപ്പൊ അങ്ങനെ ഇനി ഞാനൊന്നുകൂടി പറയട്ടെ. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്ക് അതാ കൊടുക്കുന്നു. ഇഖ്സിംഹു ബൈനന്നാസ്. ഞാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് വിചാരിക്കും അതൊക്കെ നിങ്ങൾ ഉസ്താദിന് കിട്ടിയപ്പോ തെളിവ് പറയാണ്. അത് എന്നാ വേണ്ട, ഒന്നുകൂടി നമുക്ക് ബഹുമാന്യനായ ഖാസിമിയത്തിന്റെ കൊണ്ടുവരാം. നിങ്ങളൊരൽപ്പം ക്ഷമിച്ചിരിക്കുക. വളരെ നല്ല ബൃഹത്തായ പ്രസംഗമാണ്, കേട്ടോളൂ. അദ്ദേഹം ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് നബിതങ്ങൾ അബൂ തൽഹത്തിന്റെ കയ്യിൽ കൊടുത്തതും വിതരണം ചെയ്യാൻ പറഞ്ഞതൊക്കെ ഉണ്ട്. അതിന്റെ ലാസ്റ്റ് ബെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടി അദ്ദേഹം 25,000 രൂപ വെച്ച് 2 കുപ്പിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്കൊന്ന് കണ്ടിരിക്കാം. വളരെ സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതൊന്ന് കാണൂ. എന്നിട്ട് ബാക്കി ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. മറുപടി പറയട്ടെ. വലിയ വലിയ കാസറ്റുകളൊക്കെ ഇറങ്ങുന്നല്ലോ ഷാർജയെന്ന് പറയുന്നതിന് മറുപടി. വളരെ ചിന്തിക്കണം. വായ തുറന്നിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയവന്റെ പിന്നാലെ കൂടരുത്. ലോഹമുള കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളന്മാരിറങ്ങി വരും. അസിലുള്ള ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അല്ലാഹു തആല അസിലുള്ള ദീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
ഇത് പറ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖ അലൈഹി ഹദീസ. ഇതും ലൈഫാക്കിയ പിന്നെ നിന്റെ കഥ എന്താണ്? എത്ര ലൈഫാക്കണ്ടേ? വളരെ ചിന്തിക്കണം. ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു യഖ്സിംഹു ബൈനന്നാസ്, യഖ്സിംഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് ഇന്നും അപ്പോ സനദുള്ള മുടിയാണ്, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാ പറഞ്ഞു. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ്, മുജാഹിദുകളൊക്കെ കേൾക്കണം, എല്ലാവരും അറിയണം, സനദുള്ള മുടിയാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. വെല്ലൂരിലെ മുടി അല്ലേ? എന്നാൽ ബഹുമാന്യനായ അമ്പലക്കടവ് ഹമീദ് ഫൈസി അദ്ദേഹം വേറൊരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് വെല്ലൂരിലുള്ള മുടിക്ക് സനദുണ്ട്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. പറയട്ടെ, എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മീതെ വഞ്ചനേതാ റസൂലുള്ളാഹിന്റെ മുടിക്ക് ആരെന്തൊരു മർക്കസുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ആദരണീയരായ റസൂലുള്ളാഹിന്റെ മുടി ലോകത്തുണ്ട്. അതിന് ബറക്കത്തുണ്ട്, അതിന് പുണ്യമുണ്ട്, അതിന് മഹത്വമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വെല്ലൂരിലുണ്ട്, തമിഴ്നാട്ടിൽ മുടിയുണ്ട്, അതിന് സ്ഥലത്തുണ്ട്, പരമ്പരയുണ്ട്. ആ മുടി എവിടെ നിന്ന് കിട്ടി? കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് പരമ്പരയുണ്ട്. തങ്ങൾ വരെ എത്തിച്ചേർന്ന പരമ്പരയുണ്ട്. കേട്ടില്ല നിങ്ങള്? ഇതെന്തിനാ ഞാൻ പറയുന്നറിയോ? നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ EK വിഭാഗത്തിനെതിരെയുള്ള പ്രസംഗാണോ? അല്ല, നമ്മൾ EK ഉസ്താദിനെ വലിയ ബഹുമാനിക്കുന്ന ആളുകളാണ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് 1-2 ആളുകൾ, അല്ലെങ്കിൽ 2-3 ആളുകൾ, അവരെല്ലാ സ്ഥലത്തും പോയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്ക്, അപ്പുറത്ത് സമസ്ത മുശാവറയുണ്ടല്ലോ, ഇന്ന് വരെ മർക്കസിലുള്ള മുടി വേജമാണെന്ന് ചെറുശ്ശേരി സയ്യിദ് മുസ്ലിയാർ സെക്രട്ടറിയായ മുശാവറ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോ? സനത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ ഇത് വ്യാജമാണ്, അത് തെറ്റാണെന്ന് അവരവരെ ഈമാൻ കാത്തതാ. പക്ഷേ അനുയായികളാണെന്ന് പറയുന്ന 1-2-3 ആളുകൾ, ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. ഇതൊരാൾക്കും എതിരെയുള്ള പ്രസംഗമല്ല, എല്ലാവരെയും നന്നാക്കാനുള്ള പ്രസംഗം. ഞാൻ പേരോട് ഉസ്താദിന്റെ കൂടെ നവോത്ഥാന യാത്രയിൽ ഉസ്താദിന്റെ കൂടെ കാസർഗോഡ് ജില്ലയിൽ ചെന്നപ്പോ അവിടെ നവോത്ഥാന യാത്രയെ തിരികേശത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആ യാത്രയെ സ്വീകരിക്കാൻ കാസർഗോഡ് ജില്ല യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയും വേദിയിലുണ്ടായിരുന്നു. സഹോദരന്മാരെ, വേങ്ങരക്കടുത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ തിരികേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന നമ്മുടെ പള്ളിയുടെ ആ വലിയ ബോർഡിന് ലൈറ്റിട്ട് കൊടുത്തത് അവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരായിരുന്നു. ഞാൻ പറയുന്നത് ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടോ ഇവരാരോടുമുള്ള, ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ആ സനത്? ആ സനത് എവിടെയാണ്? അതിന് സനദില്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ സനദിന്റെ എന്ന് വിശ്വസിക്കുന്നത് വേറെ കാര്യം. പക്ഷേ ഉസ്താദിന്റെ അടുത്ത് സനത് വേണം, അല്ലെങ്കിൽ വേജമാണെന്ന് പറഞ്ഞവർ. പക്ഷേ വെല്ലൂരിലുള്ള മുടി 25,000 രൂപയ്ക്ക് വിറ്റു, അതിന് സനത് ഉണ്ട് എന്നും പറഞ്ഞു. ഇത് കണ്ടോ നിങ്ങള്? ഇത് ചന്ദ്രികാ ദിനപത്രം. ചന്ദ്രികാ ദിനപത്രം 2011 ഏപ്രിൽ 29. ഈ ചന്ദ്രികാ ദിനപത്രത്തിൻ്റെതാ ഒരു വാർത്ത ഞാൻ വായിച്ചു തരാം. തിരികേശം യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കണം ഖാസി ബാബ മുസ്ലിയാർ. തിരികേശ വിഷയത്തിൽ യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കാത്ത കാലത്തോളം അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് സമസ്തയുടെ തീരുമാനം സുദൃഢമാണെന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റും കുമ്പള സംയുക്ത ജമാഅത്ത് ഖാസിയുമായ TK ബാബ മുസ്ലിയാർ പ്രസ്താവിച്ചു. കാസർഗോഡ് സംഘടിപ്പിച്ച ആശയ വിശദീകരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഖാദി. ഇനി കേട്ടോ, ഇനിയാ കേൾക്കേണ്ടത്, കേട്ടോളൂ. ബാഖിയാത്തിലും
ലത്തീഫിയയിലും ഉള്ള മുടികൾക്ക് ശരിയായ സനദ് ഇല്ലാത്തതിനാൽ അത് കൊട്ടിഘോഷിക്കാറില്ല. എന്താണ് ചന്ദ്രികയിൽ പറയുന്നത്? കാസർകോട്ടെ ഖാദി പറയുന്നത് അതേ അമ്പലക്കട് പൈസയും കാസിമിയും ഉള്ള സദസ്സിൽ വെച്ച് പറയാണ്, ലത്തീഫിയ കോളേജ് അഥവാ വെല്ലൂരിലെ കോളേജ്, വെല്ലൂരിലെ മുടിക്കും ശരിയായ സനദില്ല. SKSSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിശദീകരണത്തിൽ പറയുന്നു. മലയാളമാണ്, ആർക്കും വായിക്കാം. ഞാൻ ചോദിക്കട്ടെ, വെല്ലൂരിലെ മുടിക്ക് സനദുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പക്ഷേ ബാവ മുസ്ലിയാർ നിങ്ങളെ നേതാവാണ്. ഇതാ SKSSFന്റെ വിശദീകരണ സമ്മേളനത്തിൽ വെച്ച് ബാവോലേര് പറയാണ്, ലത്തീഫിയയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ബാഖിയാത്തിലെയും മുടിക്ക് ശരിയായ സനദില്ല. ഇപ്പൊ എന്ത് ചെയ്യാ? 25,000 തിരിച്ചു വാങ്ങോ? പറയണം. സഹോദരന്മാരെ, അതാ ഞാൻ പറഞ്ഞത്, 2-3 ആളുകൾ ചേർന്ന് അസൂയ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞത് വൈരുദ്ധ്യമായി പോകുന്നു. ഇനി നല്ലോണം ചിന്തിച്ചോ. ഇത് നമ്മൾ വെറുതെ പറയല്ല, നമുക്ക് ഇതിൽ വേറെ ഒരു ലക്ഷ്യമില്ല. ലോകത്തിന്റെ പല ഭാഗത്തും മുടിയുണ്ട് എന്നല്ല പറഞ്ഞത്. എവിടെയൊക്കെയാണ് ആ മുടി ഉള്ളത്? അത് ബഹുമാന്യനായ അമ്പലക്കോടേശിനെ കൊണ്ടുവാ, അദ്ദേഹം തന്നെ പറഞ്ഞുതരും. ഇതെപ്പ പ്രസംഗിച്ചതാണ് ശരിക്ക് ചിന്തിച്ചോളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞത്, നമ്മളത് വിമർശിക്കാൻ പോകണ്ട, അത് വ്യാജമാണെന്ന് പറയണ്ട. ഒട്ടുമല ബാപ്പ മുസ്ലിയാരും പറഞ്ഞു വ്യാജമാണെന്ന് പറയാൻ പോകണ്ട. അവരിതുവരെ പറഞ്ഞിട്ടില്ല. ഒരു സനദ് വേണം, പിന്നെ കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ എന്തെങ്കിലും ഒന്ന് പറയും. പക്ഷേ അത് കേട്ടിട്ട് അത് അറബി പെണ്ണിന്റെ മുടിയാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഈമാൻ നശിച്ചു പോകൂലേ സഹോദരന്മാരെ? നന്നായി സൂക്ഷിക്കണം. ആ വ്യാജമാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ബോധ്യപ്പെട്ടില്ല. ആ മുടിയുടെ വെള്ളം കുടിക്കാനും പോണ്ട, അംഗീകരിക്കാനൊന്നും പോണ്ട, അതുകൊണ്ടൊന്നും ഇപ്പൊ ഒന്നും പറ്റാനില്ല. പക്ഷേ അത് തെറ്റാണെന്നും അറബി പെണ്ണിന്റെ മുടിയാണെന്നും പറഞ്ഞാൽ ആക്ടിബത്ത് നശിച്ചു പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശരിക്കും ശ്രദ്ധിച്ചു. അമ്പലക്കൂടെ വെച്ച് പറയാൻ പോവാൻ എവിടെയൊക്കെയാണ് മുടിയുള്ളത്. ഇതെപ്പോ നടന്ന പ്രസംഗം അറിയോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ UAE-യിൽ നിന്ന്, പിന്നെ ഡൽഹിയിൽ നിന്ന്, ബറക്കാത്തി സയ്യിദന്മാരുടെ വക്കിൽ നിന്ന് ഒരു തിരികേശം ലഭിച്ചു. 2 തിരികേശം ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചപ്പോ അന്ന് അമ്പലക്കടവ് ഹമീദ് ഫൈസി ഒരു മുഖാമുഖം നടത്തി. ആ മുഖാമുഖത്തിൽ ചോദിച്ചു, അല്ല ഫൈസി ഉസ്താദെ, ഇങ്ങനെ മർക്കസിൽ ഒരു മുടിയുണ്ട് എന്ന് പറയുന്നു, അത് ശരിയാണോ? അപ്പോ അന്ന് അബൂദാബിയിലെ ഹസ്റജി തിരുമുടി കൊടുത്തിട്ടില്ല കേട്ടോ, ഇവിടെ മർക്കസിൽ വന്ന് കൊടുത്തിട്ടില്ല. അന്ന് ഹമീദ് ഫൈസി പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, കാന്തപുരത്തിന് കിട്ടാൻ സാധ്യതയല്ല, പക്ഷേ ലോകത്തിന്റെ പല ഭാഗത്തും മുടിയുണ്ട്, കശ്മീരിലുണ്ട്, വെല്ലൂരിലുണ്ട് എന്നിങ്ങനെ എണ്ണിയിട്ട് ഹമീദ് ഫൈസി പറഞ്ഞു, അബൂദാബിയിൽ മുൻ മന്ത്രിയായ ഹസ്റജിയുടെ മകൻ അഹമ്മദ് ഹസ്റജി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഫാമിലി ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് രേഖകളിൽ പറയുന്നതാണ്, അതിലാർക്കും തർക്കമില്ല, അത് പൈസ കൊടുത്ത് കൊണ്ടുവരാനും കഴിയൂല, അവരൊക്കെ സമ്പന്നരാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഇത് വേറൊരാൾ പറയിപ്പിച്ചതല്ലല്ലോ. ഉസ്താദിന് അബൂദാബിയിൽ നിന്നുള്ള മുടി കിട്ടുന്നതിന്റെ മുമ്പ് ഈ ബഹുമാന്യനായ അമ്പലക്കടവ് പറയുന്നു. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ ചോദ്യവും ഉത്തരം അല്പം കൊണ്ട് മനസ്സിലാവും. ഒരു മുടി കോഴിക്കോട് ഏതോ ഒരു മർക്കസിലുണ്ടെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിലുണ്ടാവുന്ന ആശയക്കുഴപ്പങ്ങൾ അകറ്റുവാൻ വേണ്ടി ചോദിക്കുകയാണ്. അതിനെപ്പറ്റി എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരുടെ അഭിപ്രായം പറയാം. ആദരവുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിശുദ്ധ മുടി കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വാർത്തയെക്കുറിച്ച് ഒരു നിജസ്ഥിതി അറിയാനാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചത്. പ്രാഥമികമായി പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ തിരുനബിയുടെ ഒരു മുടി കാരന്തൂർ മർക്കസിലുണ്ടെന്ന വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. മുടി ഉണ്ടായിരിക്കാം, മാത്രമല്ല ഇപ്പൊ കേൾക്കുന്നത് ഒരു കെട്ട് മുടി ഉണ്ട് എന്നാണ്. നേരത്തെ ഒരു മുടി എന്നാ പറഞ്ഞത്. ഏതായിരുന്നാലും വിവിധ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടെന്നാൽ ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ മുടി എന്ന് മാത്രമല്ല തങ്ങളുമായി ബന്ധപ്പെട്ട സകലമാന ആധാറുകൾക്കും വസ്തുക്കൾക്കും വല്ലാത്ത തബറുകണ്ട് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ.
മുജാഹിദ് പ്രസ്ഥാനമോ ജമാഅത്തുകാരോ വിശദീകരിക്കുന്നത് പോലെ അതിന് തബറുക്കില്ല, അതിന് പുണ്യമില്ല, പുണ്യം കൽപ്പിക്കൽ ശിർക്കാണ് എന്ന് പറയുന്ന വിശ്വാസം നമുക്കില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹജ്ജിന്റെ ഭാഗമായി തങ്ങളുടെ മുടി വടിച്ചപ്പോൾ ആ മുടി ശേഖരിക്കാൻ വേണ്ടി കലക്ട് ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് തർക്കം തിരക്ക് കൂടിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ മുടിക്ക് പ്രാധാന്യം കൽപ്പിച്ചത് അത് ഖുറാഫാത്താണ്, അത് ശിർക്കാണ്, അത് അനാചാരമാണ് എന്നല്ല, മറിച്ച് നിങ്ങൾ തിരക്കല്ലേ, അബൂ തൽഹ നീ ഇവിടെ വാ, യഖ്സിംഹു ബൈനന്നാസ് ശഅറത്തൻ വശഅറത്തൈൻ, ആളുകൾക്ക് ഓരോ മുടി ഈരണ്ട് മൂടി വീതിച്ചു കൊടുത്ത് ജനങ്ങൾ തിരക്കാൻ അവസരം സൃഷ്ടിക്കണ്ട എന്ന് പറഞ്ഞ് തബറുക്കിന് മുടി ശേഖരിക്കാനുള്ള ആ പ്രവണതയെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ മുടികൾ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. നീണ്ട 14 നൂറ്റാണ്ട് അബൂദാബിയിലെ അഹ്മദുൽ ഖസ്റജിയുടെ കയ്യിൽ മുടിയുണ്ട്. ഇത് കൃത്യമായി പറഞ്ഞതാണ്. ലത്തീഫയിലെ മുടി സനദില്ല എന്ന് പറഞ്ഞതിനൊരു കാരണം ചിലപ്പോൾ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ പല സ്ഥലത്തുനിന്നും പറഞ്ഞു ലത്തീഫയിൽ മുടി ഉണ്ട് എന്ന് പറഞ്ഞ് വല്ലാതെ പോകണ്ട. കാരണം ലത്തീഫയിൽ നബിയുടെ തിരുമുടി സൂക്ഷിച്ചു വെക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം കാന്തപുരം ഉസ്താദിന്റെ അടുത്ത ആളാണ്. എല്ലാ വെള്ളിയാഴ്ചയും വെല്ലൂർ കോളേജിൽ പോയാൽ അവിടെ കാന്തപുരം ഉസ്താദിന് വേണ്ടി മാത്രം പ്രത്യേകം പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഏതെങ്കിലും സമയത്ത് ആ മുടി ഇങ്ങോട്ട് എത്തിയാൽ പിന്നെ ദഈഫാക്കേണ്ടി വരും എന്ന് കേട്ടതുകൊണ്ട് ആവണം അല്ലാഹു ആലം അതും ദഈഫാണെന്ന് പറഞ്ഞു പോയത്. ഓ സഹോദരന്മാരെ, ശരിക്കും ശ്രദ്ധിച്ചുകൊള്ളണം. ഇത്ര പച്ചയായിട്ട് എല്ലാവരും കേട്ടതാണ്. ഇനിയോ അപ്പൊ ഖസ്റജിയെ ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ അഹ്മദ് ഖസ്റജി? അദ്ദേഹം പണ്ഡിതനാണോ? അദ്ദേഹം അംഗീകാരമുള്ള വ്യക്തിയാണോ? ഡോക്ടർ അഹ്മദ് ഖസ്റജി, അദ്ദേഹത്തെ ഒന്ന് കണ്ടോളൂ. അദ്ദേഹം പിന്നെ മൗലിദോതുന്ന രംഗമാണ്. അബൂദാബിയിലെ ആളുകളെ വിളിച്ചുകൂട്ടി അദ്ദേഹം മൗലിദോതുന്നു. മക്കയിലെ പ്രശസ്ത പണ്ഡിതനായ അബ്ബാസ് മാലിക് അടക്കമുള്ള ആളുകൾ വന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ഖസ്റജിയെ ശാളണിയിച്ച് ആദരിക്കുന്നു. എല്ലാം ഒന്ന് കണ്ടോളൂ ഖസ്റജിയെ. അതാണ് നമ്മുടെ ഖസ്റജി. الذي ينتمي ابن قصي واسمه مجمع طاعة القصية إلى أن أعاده الله تعالى إلى الحرم المحترم فحمى هذه كسوة هذه بردة صلى الله عليه وسلم هذه من رسول الله ومن مكة ومن أرض الحجاز، فإن شاء الله نبارك، ولكن هذه من رسول حينما يلبسها نكبر لأنهم كاهل إن شاء الله الحجاز يكبرون الله إن شاء الله كل شرف، وهذا هو الشرف وهذا هو العيد. الله أكبر إن شاء الله كبروا الله أكبر الله أكبر وهذا هو الأكبر الله أكبر مولاي صل وسلم الله أكبر لنا على حبيبك الله أكبر مولاي صل وسلم دائما وعلى حبيبك خير എന്തായി ഞാൻ പറഞ്ഞത്? ലോകപണ്ഡിതന്മാരുടെ ആദരവ് നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബ് തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് പലപ്പോഴും വീട്ടിൽ സന്ദർശിക്കുകയും ഇപ്പോൾ തന്നെ മുടി കൊടുക്കാൻ വേണ്ടി കാരന്തൂരിൽ വന്നപ്പോഴും ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബ് തങ്ങളുടെ മക്ബറയിൽ ചെന്ന് സിയാറത്ത് ചെന്ന് അവിടുത്തെ പൊരുത്തം വാങ്ങിയിട്ടാണ് ബഹുമാനപ്പെട്ട ഖസ്റജി യാത്രയായത്. കേരളത്തിലെ പണ്ഡിതന്മാരോട് വലിയ ആദരവും ബഹുമാനമുള്ള ദാറുൽ ഹുദയിൽ പോലും നേരത്തെ കൊണ്ടുപോയ ആർക്കും തർക്കമില്ലാതെ വിശ്വസ്തനായ ഡോക്ടർ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി, അദ്ദേഹം തന്നെ ഈ മുടി എല്ലാവരും അറിയണം. ഇത് വേറെ ലക്ഷ്യത്തിന് വേണ്ടി പറയുന്നതല്ല എന്ന് വ്യക്തമല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, നിങ്ങൾ കേട്ടു. ആ ഖസ്റജി തന്നെ ഒരാളെ സമീപത്ത് കൊടുത്തയച്ചതല്ല. നേരെ ഫ്ലൈറ്റിൽ കയറിയിട്ട് കോഴിക്കോട്ട് എയർപോർട്ടിൽ വിമാനമിറങ്ങി കാരന്തൂരിലെത്തി ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി. അതും അലിജുമയെ പോലെയുള്ള ശൈഖുൽ അസ്ഹറിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ആ തിരുകേശം സമർപ്പിക്കുന്നു. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അതിന് മുമ്പ് നമ്മളെ
ഇന്നലെ മിനിയാത്തൊക്കെ CD പലതും തീർന്നുപോയി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത 10-ാം തീയതി നമ്മുടെ കന്മനത്ത് വെച്ച് നടക്കുന്ന സ്വലാത്ത് വാർഷികത്തിൽ അതിന്റെ കിറ്റ് ഉണ്ടാകും. എല്ലാവരും അത് നമ്മുടെ ഉസ്താദുമാരോട് ബന്ധപ്പെട്ട് 5 ദിവസത്തെ പ്രഭാഷണം വാങ്ങണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം. കേട്ടോളൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് മർക്കസിന്റെ സമ്മേളനത്തിൽ അതേ ഹദ്റജി, നേരത്തെ അമ്പലക്കടവ് വൈസി പറഞ്ഞ അതേ ഹദ്റജി വന്ന് പ്രസംഗിക്കുന്നു. പേരോട് ഉസ്താദ് പരിഭാഷപ്പെടുത്തുന്നു. തിരുമുടി കൈമാറുന്നതിന് മുമ്പ് ഹദ്റജി നടത്തിയ പ്രഭാഷണം കേട്ടോളൂ. ആ വൃത്തത്തിലുള്ള എന്റെ വന്യരായ പിതാവ്, ആ വൃത്തത്തിൽ നിങ്ങൾ കാണുന്ന ഇത് ബഹുമാനപ്പെട്ട ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് ഖസറജിയാണ്. സമാഹത്തുൽ ഇമാം മുഹമ്മദുൽ ഖസറജി റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുകയാണ്. അതുപോലെ അൽ അൻസാർ ഫിൽ ആലം, ലോകത്ത് അൻസാരികളുടെ പേരും അൻസാർ എന്ന സംഘടനയുടെ പേരും പറയുന്നതും ഞാൻ സന്തോഷത്തോടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. وباسم مجلس أمناء الخزانة الخزرجية للآثار النبوية الشريفة. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഖസാനത്തുൽ ഖസ്റജിയ എന്ന ആ മഹത്തായ സംരംഭത്തിന്റെ ആ ബോർഡിന്റെ അതിന്റെ നേതാവും പ്രസിഡന്റുമാണെന്ന നിലക്കും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. نقل أمانتي وحفظي وصوني وخدمتي. അതെ, അമാനത്ത് സൂക്ഷിപ്പിന്റെയും അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിന്റെയും സേവനത്തിന്റെയും കാര്യം ഞാൻ നീക്കിവെക്കുകയാണ്. شعرة نبوية طاهرة من الذات النبوية الشريفة. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന ഏറ്റവും സംശുദ്ധമായ മഹത്തായ പവിത്രമായ അവിടുത്തെ പുണ്യ കേശം, മുടി. إلى فضيلة الشيخ العالم أبو بكر بن أحمد مسليار. الله أكبر الله أكبر الله أكبر. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടികളിൽ നിന്ന് ഞങ്ങളുടെ ആധാറുകളിൽ ഞങ്ങൾ സൂക്ഷിച്ചു വരുന്ന മുടി മഹാനായ അബൂബക്കർ അഹ്മദ് അവറുകളിലേക്ക് ഞാൻ അതിന്റെ സൂക്ഷിപ്പ് ഇപ്പോൾ നീക്കിക്കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. تدعيما منا لموقفه وشكرا على ما يبذله من أجل نشر العلم وخدمة الإسلام الحنيف. പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനവും വിജ്ഞാനത്തിന്റെ പ്രചരണവും അതിനുവേണ്ടി അദ്ദേഹം ചിലവഴിച്ച സമയങ്ങളും സന്ദർഭങ്ങളും പ്രയാസങ്ങളും അതിനെല്ലാം നന്ദിയായി അവിടുന്ന് കാണിച്ച ഈ ദീനീ സേവനത്തിന്റെ വക ആദരവായി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഞാൻ ഇതാ ശൈഖ് അബൂബക്കറിന് കൈമാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ടാണ് സഹോദരന്മാരെ ഇത് കൈമാറിയത്. എന്നിട്ട് ഇനിയിപ്പോ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്തൊക്കെ ഞാൻ ഓരോന്നിനും മറുപടി പറയാം, കേട്ടോളൂ. വളരെ കൃത്യമായി പഠിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ശൈഖ് ഖദ്റജി ഈ വസ്തു കൊടുത്തപ്പോ ആർക്കും തർക്കമില്ല. അതുവരെ എല്ലാവരും അംഗീകരിച്ചു. എല്ലാവരും പറഞ്ഞു ഖദ്റജിന്റെ കയ്യിലുണ്ട്, ആർക്കും അതിൽ തർക്കവുമില്ല. അതിന്റെ ഇടയ്ക്ക് കാന്തപുരം ഉസ്താദിന് കിട്ടിയപ്പോഴാണ് ഒന്നോ രണ്ടോ ആളുകൾക്ക് വലിയ വിഷമമുണ്ടായത്. കണ്ടോളൂ നിങ്ങൾ. നെക്സ്റ്റ് എടുക്ക്. നമ്മളെ പിന്നെ കാസിമുണ്ടല്ലോ, അയാൾ കോഴിക്കോട്ട് വന്നിട്ട് പറഞ്ഞ എന്താ, ഇവിടെ യഥാർത്ഥത്തിൽ കാന്തപുരത്തെ പറ്റിച്ചത് അമ്പൽക്കടവ് പൈസയാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, പറ്റിക്കലാണോ ഒരാളുടെ പണി? നിങ്ങൾ ചിന്തിക്കണം. കാസിമി പറയട്ടെ, ശരിക്ക് കേട്ടോളൂ. ഈമാനുള്ളവർ ചിന്തിക്കുക. കോഴിക്കോട്ടെ പ്രസംഗം. ഖദ്റജിയുടെ വീട്ടിലും മുടിയുണ്ട് എന്ന് ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സത്യത്തിൽ പറ്റിയത് ഏപ്പിക്ക് ഹമീദ് ഫൈസിയെ ഇത്തിഫായിച്ചിരുന്ന വലിയ പെടല വെട്ടത്. സത്യത്തിൽ പറ്റിച്ചാളാ ഹമീദ് ഫൈസിയ. അതിനെ സത്യ ഖദ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ ഫൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഖദ്റജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ആ ഇടക്ക് ഖദ്റജിയുടെ മുടിയെപ്പറ്റി പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു മുടിയെപ്പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം. അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് അമീർ ഫൈസിയ. എന്നാൽ അമീർ ഫൈസി സുബ്ഹാനല്ലാഹ്, പറ്റിക്കലാണോ ഒരു പണ്ഡിതന്റെ പണി? ചിന്തിക്കണ്ടേ നിങ്ങൾ?
ഇയാൾ പറഞ്ഞു കൊടുക്കാണ്, അമ്പലക്കടവ് ഹമീദ് ഫൈസി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കാന്തപുരം പറ്റിപ്പോയതാണ്. ഞാൻ ചോദിക്കട്ടെ മുസ്ലിമേ, കളവ് പറയാൻ പറ്റുമോ? പറ്റിക്കലാണോ പണി? മാത്രമല്ല അയാൾ പറയുന്നുണ്ട്, ഖാസിമിയുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കോഴിക്കോട്ട് വന്നിട്ട് അയാൾ പറയുന്നു, ഞാനിത് വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. മൂപ്പര് പറയാ, ഞാൻ ഈ പൊല്ലാപ്പൊക്കെ നിർത്തിവെച്ചിരുന്നു, ഞാനങ്ങനെ ഒരു പ്രസംഗവും വേണ്ടാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് നബി കളി നബിയോടായപ്പോ ഒന്ന് വന്നു നോക്കിയതാണ്. അങ്ങനെ ഒന്ന് വന്നു കളിക്കാനൊന്ന് തീരുമാനിച്ച് എന്ന് പറയുന്നത് ഒന്ന് കേട്ടോളൂ. സത്യത്തിൽ ഈ പൊല്ലാപ്പുകൾക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് കാരണമുണ്ട്. ഇനി ആവില്ല, ഞാൻ ഒരു 100 കൊല്ലത്തിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആവില്ല എന്നങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇത് കളി സുൽത്താനെ കൊണ്ടാണ്. ഒരു ബാധ്യത ഉണ്ടല്ലോ. പിന്നെ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ശേഷം മഹാന്മാരായ ഉസ്താദുമാരുമായും വിഷയത്തിൽ ബന്ധപ്പെട്ടു. എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് പല ജാതി പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യമാണ്. ഒരു പൊതുദുരന്തങ്ങളിപ്പോൾ നാട്ടിലുണ്ടാവുകയാണ്. നമ്മളായി ഒരു പ്രശ്നം വരുത്തി വെച്ചൊന്ന് പറഞ്ഞു തീർക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിനൊരു കാര്യം തീരുമാനം ഉണ്ടാക്കണമെന്ന് മഹാന്മാരായ ഉസ്താദുമാരോട് സമീപിച്ചപ്പോൾ നിർബന്ധമായും പങ്കെടുക്കണം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഉസ്താദുമാര് പങ്കെടുക്കണം എന്ന് പറഞ്ഞു എന്ന് ആദ്യം പറയുന്നു. പക്ഷെ അവസാനം അയാൾ തന്നെ പറയുന്നുണ്ട്, പല ഉന്നതരും എന്നോട് പറഞ്ഞു ഈ യോഗത്തിന് വരണ്ടാന്ന്. നേരെ ഇതിന് അപ്പുറത്ത് പോയി പറഞ്ഞു. അതേ പ്രസംഗത്തിന്റെ ലാസ്റ്റ് മൂപ്പര് പറയാണ്, അങ്ങനെ പല ഉസ്താദുമാരും ഉന്നതരും പറഞ്ഞു ഒന്നും കേൾക്കാതെയാണ് ഞാൻ വന്നത്. അതുകൂടി കേട്ടു. ഞാനിത് SKSF എന്നെ വിളിച്ചത് കൊണ്ട് മാത്രം വന്നതല്ല. ഇന്നലെ രാത്രി പോലും ഈ പരിപാടിക്ക് പോകരുത് എന്ന് ഉന്നതന്മാരായ പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോകരുത്, നിങ്ങളെപ്പറ്റി ഇന്നാലിന്ന ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്, ഇനി പോകരുത്. ഇന്നലെ രാത്രി പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ഖാസിമിയോട് നാളെ ആ പരിപാടിയിൽ പങ്കെടുക്കരുത്. ഞാൻ ഇന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ്, കുറച്ചു കാലമായി എതിരൊന്നും പറയാത്തത് കൊണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയും ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ടാണ്. നേരം വെളുത്തപ്പോൾ ഒരു ഉഷാറോട് കൂടി പിശാചി തന്നതാകും കേട്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറെ മുബാറക്കിനെ കുറിച്ച് പറയുമ്പോൾ പാവപ്പെട്ട ആളുകൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഫ്ലക്സ് ബോർഡ് വെക്കും, അവർ റസൂലുള്ളാഹിന്റെ ഷഅറിനെ ആക്ഷേപിക്കും. ഈ ആക്ഷേപിച്ചവൻ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു രൂപം വരും. ഇത് പിശാചിന് വലിയ ഇഷ്ടമല്ലയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇനിയിപ്പോ പ്രധാനമായിട്ട് പറഞ്ഞെന്താണ്? നെക്സ്റ്റ് എന്താണ് ശരിക്കും ചിന്തിച്ചോളൂ സഹോദരന്മാരെ. എല്ലാ സ്ഥലത്തും പോയാൽ പറയുന്നൊരു പരാതി ഉണ്ട്. എന്താണ് ഉസ്താദേ, നിങ്ങൾ ഹസ്റജിയുടെ കയ്യിൽ മുടിയുണ്ട്, അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊടുത്തു എന്നല്ല പറഞ്ഞത്. പക്ഷേ ഹസ്റജി തന്നെ എഴുതിയ ഒരു കിതാബിൽ, ഹസ്റജിയുടെ പുസ്തകത്തിൽ എന്തേ സ്വന്തം കയ്യിൽ മുടിയില്ലാത്തത് നേരത്തെ പറയാതെ പോയത്? എല്ലാവരും ചോദിക്കുന്നു, എന്തേ ഹസ്റജി തന്നെ ഈ വിഷയത്തിൽ എഴുതിയ കിതാബിൽ ഹസ്റജിയുടെ കയ്യിലുള്ള മുടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല? ഇതൊരു ആക്ഷേപമല്ലേ ഉസ്താദേ? കേട്ടോ, അത് കോഴിക്കോട്ട് വെച്ചൊരു ഫൈസി പറയുന്നത് ശരിക്കും കേൾക്കണം നിങ്ങൾ. കേൾക്കും. ഹക്കാണെങ്കിൽ നമ്മൾ അയാളുടെ ഭാഗത്ത് മുടിയുണ്ടെങ്കിൽ നമുക്കൊന്നുമില്ല. പക്ഷേ അല്ലെന്ന് ബോധ്യപ്പെടുന്ന കിതാബ്, വ്യക്തമായ രേഖ, ഒരു സംശയവുമില്ലാത്ത രേഖ, അസ്റാറുൽ ആസാരിൻ നബവിയ്യ എന്ന കിതാബാണിത്. ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത് മുടി കൊടുത്തു എന്ന് പറയുന്ന അഹ്മദ് ഇബ്നു മുഹമ്മദ് ഹസ്റജിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇത് സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ മരിച്ചുപോയ മഹാനായ മുഹമ്മദ് ഹസ്റജിക്കാണ്. ഈ കിതാബ് സമർപ്പിക്കുന്നത് ഇലാ റൂഹ് അൽ മഗ്ഫൂരി ലഹു ബിഇദ്നില്ലാഹി തആല സമാഹത്തുൽ അല്ലാമ അൽ ഇമാം അശ്ശൈഖ് മുഹമ്മദ് അൽ ഖസ്റജി, പിതാവിനാണ്. തുബിഅ അലാ നഫഖത്തി ബിനിഹി അഹ്മദ്, അയാളുടെ മകൻ മുഹമ്മദ് ഖസ്റജിയുടെ മകൻ അഹ്മദിന്റെ ചെലവിലാണ് ഈ കിതാബ് അടിച്ചത്. മാത്രമല്ല ഇതിന്റെ പ്രിന്ററും പബ്ലിഷറും ഇസ്താറാത്തു സാഹത്തുൽ ഖസ്റജിയ എന്ന
ഹസ്റജി ഫാമിലിയുടെ പ്രത്യേകമായ പ്രസാധന വിഭാഗമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോ സമസ്തന്റെ കറാമത്ത് ഇത് തന്നെയാണ്. ഏത് അങ്ങനെയുള്ള ഒരു കിതാബിൽ സ്വന്തം കൈയുള്ള മുടിയെക്കുറിച്ച് പറഞ്ഞില്ല. ഇനിയത് ബഹാവുദ്ദീൻ കുരിയാടും കോഴിക്കോട്ട് വെച്ച് പറയുന്നു ഇത് ഹസ്റജിയുടെ കിതാബാണ് കേട്ടോ. കൊടുത്തിട്ടുണ്ട്. ഈ മുടി ഇവിടെ കൊണ്ടുവന്നെടുത്ത ഡോക്ടർ അഹമ്മദിന്റെ കിതാബാണ്. ബാക്കി വിവരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ വഴിയെ വരുന്ന ആളുകൾ സംസാരിക്കും. എന്താ അയാൾ പറഞ്ഞത്? മുടിവിടെ കൊണ്ടുവന്ന ശൈഖ് ഹസ്റജിയുടെ കിതാബാണിത്, ബാക്കിയുള്ള കാര്യമൊക്കെ ബാക്കിയുള്ളവർ പറയും. മുഅ്മിനീങ്ങളെ, ആ കിതാബാണ് ഈ സാധനം. തിരുകേശ വിവാദം വരുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. എന്തിനാണ് സമുദായത്തിനോട് കളവ് പറയുന്നത്? അൽ അസ്റാറുൽ അസാരിൻ നബവിയ്യ എന്ന കിതാബ് ഹസ്റജിയുടെ കിതാബ് എന്ന് പറഞ്ഞ് പലരെയും വഞ്ചിച്ചു പോയി. ഇത് ഹസ്റജിയുടെ കിതാബേ അല്ല, ഹസ്റജിയുടെ കിതാബല്ല ഇത്. ഈ കിതാബിന്റെ താഴെ ഇതാരാണ് എഴുതിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. ജംഉഇദാദ് അശ്ശരീഫ് അശ്ശൈഖ് അബിൽ ഫദ്ൽ ഇമാദുദ്ദീൻ ജമീൽ ഹലീമുൽ ഹുസൈനി റഈസു ജംഇയ്യത്തിൽ മശായിഖ് സൂഫിയ. ലബനാനിലെ ഒരു പണ്ഡിതൻ എഴുതിയ കിതാബാണിത്. ഇത് ഹസ്റജിയുടെ കിതാബാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചാൽ പരലോകത്ത് ചെല്ലണ്ടയോ? സഹോദരന്മാരെ, ശരിക്ക് ചിന്തിച്ചോ. പിന്നെ എന്താ സംഭവം എന്നറിയോ? വേറെ ഒരു പണ്ഡിതൻ എഴുതിയ കിതാബിനെ ബഹുമാനപ്പെട്ട ഹസ്റജി അതിനെ പ്രിന്റ് ചെയ്തു മൂപ്പരുടെ ചെലവിൽ. എന്നിട്ട് ഇത് വിറ്റതല്ല, ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, ഞാൻ പ്രസംഗിച്ച ഒരു CD ഇവിടത്തെ ഒരു കേസറ്റ് കടക്കാരൻ എന്റെ CD എടുത്ത് അവന്റെ ചെലവിൽ വിറ്റയിച്ചാൽ ആ കടക്കാരന് അവന്റെ വക അതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? എന്താ ഇത്? മൊസാലി ഇമാം എഴുതിയ ഒരു കിതാബ് എന്റെ ചെലവിൽ ഞാൻ പ്രസിദ്ധീകരിച്ചാൽ എന്റെ വകയിൽ അതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? മുഅ്മിനീങ്ങളെ, പറ്റൂല. വിശ്വസ്തതയുള്ളവൻ ചെയ്യേണ്ടത് എന്താണ്? എന്റെ ചെലവിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നതെങ്കിലും ഒരു ഹർഫും കൂട്ടിച്ചേർക്കാതെ അതിന്റെ മുസന്നിഫ് എഴുതിയത് അതുപോലെ ചെയ്യലല്ലേ വിശ്വസ്തത? അതാണ് ഹസ്റജി ചെയ്തത്. ഹസ്റജിയുടെ വിശ്വസ്തതക്ക് അത് തെളിവാണ് കേട്ടോ. ഹസ്റജിന്റെ ചെലവിൽ അച്ചടിച്ചു എന്ന് മാത്രം, അത് ഹസ്റജിയുടെ കിതാബല്ല എന്നെന്റെ മുഅ്മിനീങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ചോദിക്കാവുന്നതാണ്. പിന്നെയോ, അതൊന്നല്ല ഇപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം. യഥാർത്ഥത്തിൽ അതൊന്നല്ല പ്രശ്നം. ഹസ്റജിന്റെ പറഞ്ഞിന്റെ അടുത്ത് മുടിയുണ്ട്. പിന്നെ ഇപ്പൊ കിതാബിന് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മുപ്പരനല്ലേ പറഞ്ഞേ. അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ ആകെ പ്രശ്നം എന്നറിയോ? ഇത് കാന്തപുര ഉസ്താദിന് കിട്ടിയെന്നുള്ളതാണ്. അത് മാത്രമാണ് പ്രശ്നം. ഹസദ് എന്ന രോഗം വലിയ രോഗമാണ്. ഹാബീലിനെ കൊന്നത് ഹസദ് കൊണ്ടാണ്. കണ്ടോ, അമ്പലക്കടവ് ഹമീദ് ഫൈസലിനെ പറയുന്നുണ്ട്, സംഗതിയൊക്കെ ശരിയാണ്, അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്തിയത് കാന്തപുരത്തിനായി പോയല്ലോ. അപ്പോഴാ മുപ്പർക്കും തോന്നിയത്. കേട്ടോ, ഇതാണ് അടിസ്ഥാന കാരണമെന്ന് കേൾക്കൂ. മുഅ്മിനീങ്ങളെ പറയട്ടെ അയാള്. ഈ വിശദീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് ഞാനൊരു സത്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, കാശ്മീരിലുണ്ട്, തുർക്കിയിലുണ്ട്, പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അബുദാബിയിൽ ഹസ്റജി ഫാമിലി മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പൊ അബുദാബി ഹസ്റജി ഫാമിലി അങ്ങനെ മുടിയുണ്ട് ഹമീദ് വൈസി പറഞ്ഞല്ലോ, അതന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തെളിവ്, ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ശരിയെന്നുള്ളതാണ് കാന്തപുരം വിഭാഗം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് നെറ്റിലൂടെ. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഞാൻ അബുദാബിയിൽ 10-16 വർഷക്കാലമായി ഇടയ്ക്കിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായി എന്നോട് സുഹൃത്ത് ഇടയ്ക്കിടെ പറയും, നമ്മുടെ ഹസ്റജിന്റെ വീട്ടിലൊരു മുടിയുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റബീഉൽ അവ്വലിലും പ്രദർശിപ്പിക്കും, റമദാനിലും പ്രദർശിപ്പിക്കും. ഈ സുഹൃത്ത് സത്യസന്ധരാ, ഒന്ന് പോയി കണ്ടുടേക്കും. കാണാൻ പറഞ്ഞു നമുക്ക് സമയം കിട്ടൂല, അങ്ങനെ നീണ്ടുപോയി. പക്ഷെ എന്റെ മനസ്സിൽ സത്യസന്ധനായ സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വേരൂന്നി. ഞാൻ സ്വാഭാവികമായും പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മുടിയുണ്ട്, അവരെ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നത് എന്നായിരിക്കും എന്റെ ധാരണ. ആ നിലയ്ക്ക് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെയുള്ള ഈ കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ സാക്ഷാൽ ആ ഹസ്റജിന്റെ വീട്ടിലെ മുടി അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യാണ്, ഹസ്റജി വഫാത്തായി പോയി, നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന വാർത്തയാണ് ടെലിഫോണിൽ ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നത്. ഞാൻ സത്യത്തിൽ അത്ഭുത ശ്രദ്ധ പഠിച്ചാൽ കാന്തപുരത്തിന് ഹബീബായ മുസ്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എത്തിച്ചേരോ? എന്ത് കണ്ണങ്ങള്
അവിടെ മാത്രമാണ് മൂപ്പർക്ക് തർക്കമുള്ളത്. അള്ളാന്റെ റസൂല് തെരഞ്ഞെടുത്താൽ അസൂയ കൊണ്ട് കാര്യമില്ല. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. മിനിങ്ങൾ പെട്ടുപോകരുത്, അതിനാ ഞാൻ പറയുന്നത്, വേറെ ലക്ഷ്യമൊന്നുമില്ല. ഇന്നലെ ഞാനിങ്ങനെ പ്രസംഗം കേട്ടു, സക്കരിയ സലാഹി അയാൾ പറയാണ് ഈ കെ ബാവൊക്കെ നന്നായി വരുന്നുണ്ട്, അവരൊക്കെ ഖുറാഫാത്തിൽ നിന്ന് നീങ്ങി ഞങ്ങളോട് സഹകരിക്കുന്നു. ഞാൻ പറയുന്നു, ഒരാളും ആ പൂതി വെക്കണ്ട. 2 or 3 ആള് എന്തെങ്കിലും പറയുന്നത് കൊണ്ട് മുസ്ലിം സമുദായം അവരെ പിന്നാലെ പോകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ശഅറേ മുബാറക് വ്യാജമാണെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് ആളുകൾ. അപ്പുറത്തെ മുസാബറ പോലും പറഞ്ഞിട്ടില്ല. മിനിയാന്ന് ഞാൻ കീശേരിക്കടുത്ത് പ്രസംഗിക്കുമ്പോൾ, നമ്മളെ ഈ 5 ദിവസത്തെ പ്രഭാഷണത്തിന്റെ നേരെ മുമ്പ് പ്രസംഗിക്കുമ്പോൾ ഒരു ദാരിമി വന്നു പ്രദേശത്ത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങളൊരു പണ്ഡിതനാണല്ലോ, അത് വ്യാജമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വ്യാജമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല. ഇല്ല, ഞാൻ ഇത് പറയാ, ഞാൻ വെള്ളം കുടിക്കാൻ പോകുന്നില്ല, സനത് വേണം, സനതില്ലാതെ പോകില്ല, അതൊക്കെ പറയാം. പക്ഷെ അത് വ്യാജമാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറഞ്ഞുകൊള്ളണം. അതിനുള്ള എല്ലാ ഇസ്കാലുകളും ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ചില ആളുകൾക്ക് പിന്നെ സംശയം, എന്താ ഉസ്താദെ അതിന്റെ സനത് വായിച്ചു കൊടുത്ത് ഒരു വൈരുദ്ധ്യത ഇങ്ങനെ കാണുന്നു. സുന്നി വോയിസ് നിങ്ങളെ പത്രത്തിൽ പറഞ്ഞ സനത് വേറെ, അവിടെ മർക്കസിൽ വായിച്ച സനത് വേറെ. അത് നമ്മളെ അമ്പലക്കട് പൈസ എന്നെ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറയും. ഒന്ന് പറയും. എന്നാൽ അള്ളാഹു നോക്കി നിങ്ങൾ തെളിയിക്കുന്നത് ഇതവരുടെ മുഖപത്രമാണ് സുന്നി വോയിസ്. സുന്നി വോയിസ് AP വിഭാഗത്തിന്റെ മുഖപത്രമാണെന്ന് മാത്രമല്ല, ഈ മുഖപത്രത്തിന്റെ പ്രിന്ററും പബ്ലിഷറും ആരാണ്? ഞാൻ വായിക്കാവുന്നതിന്റെ അവസാനത്തെ പേജിൽ, പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ AP അബൂബക്കർ മുസ്ലിയാർ ആൻഡ് പ്രിന്റഡ് അറ്റ് അൽ കമാൽ ഓഫ്സെറ്റ് പ്രസ്. നോക്ക് നിങ്ങൾ, കൃത്യമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രിന്ററും പബ്ലിഷറുമായി കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സുന്നി വോയിസ് എന്ന അവരുടെ മുഖപത്രം ഇക്കഴിഞ്ഞ ലക്കത്തിൽ സനത് പറയുന്നുണ്ട്. ആ സനത് ഈ സനതല്ല, ഇത് വേറെ സനതാണ്. അവിടെയാണ് അതിന്റെ പ്രത്യേകത. നോക്കൂ നിങ്ങൾ, ഇതിന്റെ പേജ് നമ്പർ 47. ഇവരെ സ്വന്തം വകയല്ല പ്രസിദ്ധീകരിക്കുന്നത്, സാക്ഷാൽ ദുക്തൂർ അഹമ്മദ്, ഇവിടെ മുടി കൈമാറിയ അഹമ്മദ് ആധികാരികമായി പറയുന്നു, ഇതെന്റെ പിതൃപരമ്പരയുടെ കിട്ടിയ സനതല്ല, മുടിയല്ല. വളരെ കൃത്യമായി അദ്ദേഹം സത്യം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹം നോക്കൂ, നിങ്ങൾ പറയുന്ന പേജ് നമ്പർ 47 പറയുന്നു. നോക്കൂ, വളരെ കൃത്യമായി ആധികാരികമായി ഇവർ അദ്ദേഹവുമായി നടത്തിയ അഭിമുഖമാണ്. ഈ അഭിമുഖത്തിലുള്ള കാന്തപുരത്തിന് മുടി കൈമാറുന്ന ചിത്രമുണ്ട്. ഈ ചിത്രത്തിൽ ആ ഷെയ്ഖ് അഹമ്മദുമായി നടത്തിയ അഭിമുഖത്തിന്റെ ഹെഡിങ് തിരുകേശത്തിന്റെ നിർവൃതിയിൽ വീണ്ടും കേരളം. അതിൽ 2ാമത്തെ ചോദ്യമാണ് ഷെയ്ഖിനോട്, തിരുകേശം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? കേട്ടോ, നിങ്ങളുടെ സനത് കേട്ടു, കൃത്യമായി വായിച്ചു കേട്ടു. ഇദ്ദേഹം പറയുന്ന സനത് എന്താണ്? ഇദ്ദേഹം പറയുന്ന സമയത്ത് ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി നീക്കിയപ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി എന്ന സ്വഹാബി അത് വിതരണം ചെയ്യുകയും അതിൽ അല്പം പലരുടെ കയ്യിലെന്ന പോലെ അൻസാരി വനിതയായ ഉമ്മു സുലൈമിന്റെ പക്കലും എത്തുകയും ചെയ്തു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന ഞങ്ങളുടെ പിതാമഹിൽ നിന്നും പരമ്പരാഗതമായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്കും, ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ കുരിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹം ഉമ്മു സുലൈമിന്റെ പരമ്പരയുടെ മുടി കിട്ടിയത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്കാണ്. അവിടുന്ന് അവിടത്തെ പരമ്പരയിൽ തുടർന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുക വഴി ലഭിച്ചതാണ്. ഞങ്ങളത് ലഭിച്ചത് മുതൽ റമദാൻ 23 രാവിലെ പ്രദർശിപ്പിക്കാൻ ലഭിച്ചത്, ഇപ്പൊ അടുത്ത സംഭവം ലഭിച്ചത്, അതുപോലെ പ്രദർശിപ്പിക്കാറുണ്ട്. ഈ അദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചത് കാലത്ത് അത് അടുത്തതാന്നതിലില്ല കേട്ടോ, അത് മൂപ്പര വകയാണ്. അടുത്താണ് കിട്ടിയത് എന്നതിലില്ല. അപ്പോ അതിൽ പറഞ്ഞ പ്രശ്നം എന്താ? സുന്നി വോയിസിൽ പറഞ്ഞ പരമ്പരയിൽ ആരുണ്ട്? ഷെയ്ഖ് ജീലാനി ഉണ്ട്. മർക്കസിൽ കൊടുത്ത പരമ്പരയിൽ ആരില്ല? ഷെയ്ഖ് ജീലാനി ഇല്ല. കേട്ടോളൂ, പഠിച്ചു വെച്ചോളൂ സഹോദരന്മാരെ. 2 സനതല്ലേ നിയോഗിക്കും? 2 സനതല്ല, രണ്ടും ഒന്ന് തന്നെ. അതെന്താ അങ്ങനെ? പഠിച്ചു വെച്ചോളൂ. സനത് എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലുണ്ടാകും സനത്. പരമ്പര അഥവാ നമുക്ക് കിട്ടിയ ഈ വസ്തുവിന്റെ സാക്ഷ്യപത്രം. ഞാൻ പറയട്ടെ, ഞാൻ ഇഹ്യാഉ സുന്നയിൽ നിന്ന് അഹ്സനിയായി പുറത്തു വരുമ്പോ എനിക്ക് അവിടുന്ന് ഉസ്താദുമാര് സനത് തന്നിട്ടുണ്ട്. പട്ടിക്കാട് ജാമിയാനൂരി എന്ന് വരുമ്പോ സനത് കൊടുക്കാറുണ്ട്. നന്ദി ദാറുസ്സലാം കോളേജിൽ നിന്നും സനത് കൊടുക്കാറുണ്ട്. എന്റെ സനത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ സനത് എന്ന് പറഞ്ഞാൽ എന്റെ ഉസ്താദ്, ബഹുമാനപ്പെട്ട OK ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. OK ഉസ്താദിന്റെ ഉസ്താദ് സദഖത്തുള്ള ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ അങ്ങ് പോയി ബഹുമാനപ്പെട്ട സയ്യിദുൽ മഖ്ദൂബ് തങ്ങളിലൂടെ, ഇബ്നു ഹജറിലൂടെ, ഇമാം ശാഫിഈയിലൂടെ, ഇബ്നു ഉമറിലൂടെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്റെ യഥാർത്ഥ സനദ്, വിശദീകരിക്കപ്പെട്ട മുഫസ്സലായ സനദ്, ആ സനദിൽ ഷാഫി ഇമാമുണ്ട്, ആ സനദിൽ ഇമാം ഇബ്നു ഹജർ തങ്ങളുണ്ട്, ഇബ്നു ഉമർ തങ്ങളുണ്ട്, അവരെല്ലാവരും എന്റെ സനദിൽ ഉണ്ട്. പക്ഷേ ഇഹ്യാഉ സുന്നയിൽ നിന്ന് ഞാൻ പോന്നപ്പോൾ എനിക്കൊരു കടലാസ് തന്നു. അത് ചെറിയ കടലാസല്ല, അക്കടലാസിന്റെ പേര് സനദ് എന്നാണ്. അതിൽ ഷാഫി ഇമാമിന്റെ പേരില്ല, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പേരില്ല. അപ്പൊ ഒരാൾ പറയാണ് നിങ്ങൾക്ക് കിട്ടിയ സനദ് രണ്ടെണ്ണാണോ? കാരണം നിങ്ങളെ യഥാർത്ഥ സനദ് പറഞ്ഞപ്പോ അതിൽ ഷാഫി ഇമാമുണ്ട്. ഇഹ്യാഉ സുന്നയിൽ നിന്ന് കിട്ടിയ ആ പേപ്പറിൽ ഷാഫി ഇമാമിന്റെ പേരില്ലല്ലോ. അപ്പൊ ഞാനെന്താ മറുപടി പറയാ? അല്ലെങ്കിൽ ഇത് പട്ടിക്കാട് എന്ന് പറഞ്ഞ ഒരു കുട്ടിയോട് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? ഞങ്ങളെ സനദിൽ ഇവരെല്ലാവരും ഉണ്ട്, അത് വിശദീകരിച്ച് പറയുമ്പോൾ അവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടിയത് സനദ് തന്നെയാണ്. പക്ഷെ അത് മുഖ്തസറായ എന്ന് പറഞ്ഞാൽ ഈ വസ്തു ഞങ്ങൾ കേൾപ്പിച്ചു തന്നു, ഇൽമിനി അഹ്ലാണ് എന്ന് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്ന ഷഹാദ സർട്ടിഫിക്കറ്റാണത്. ആ സർട്ടിഫിക്കറ്റിനും സനദ് എന്നാണ് പറയാ. പക്ഷേ അത് മുജ്മലായ മുഖ്തസറായ സനദാണ്. സനദ് നൽകിയെന്നതിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അപ്പൊ ഷെയ്ഖ് ഹസ്രജി അന്ന് മർക്കസ് സമ്മേളനത്തിൽ വായിച്ചത് സനദ് തന്നെ, പക്ഷേ അത് വിശദീകരിക്കപ്പെട്ട സനദ് അല്ല. ഇത് നബിതങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നും ഇത് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന രേഖയാണ്, സർട്ടിഫിക്കറ്റാണ്, ഷഹാദയാണെന്ന് കൊടുത്തത്. അതിനും സനദ് എന്ന് തന്നെയാണ് പറയുക. അതേ സമയത്ത് സുന്നി വോയിസിൽ പറഞ്ഞത് ആ കൊടുക്കപ്പെട്ട സനദിന്റെ വിശദീകരണമാണ്, അഥവാ അത് കിട്ടിയ വഴി വിശദീകരിച്ചതാണ്. രണ്ടും ഒന്നാണ്. ഒന്ന് ചുരുക്കി പറഞ്ഞതാണ്, മറ്റൊന്ന് വിശദീകരിച്ച് പറഞ്ഞതാണ്. രണ്ടിലും വൈരുദ്ധ്യമില്ല. ആർക്കും വ്യക്തമാകും. ഇതിലൊന്നും ഒരു സംശയം വേണ്ട. ഇനിയും തിരിയാത്തവർക്ക് ചോദിക്കാവുന്നതാണ്. ഇനി കേട്ടോളൂ സഹോദരന്മാരെ, വേറെ ഒരു സംശയമുള്ളത് ഈ മുടിയിട്ട വെള്ളം വിറ്റൂന്നാണ്. അത് അമ്പലക്കടവ് തന്നെ പറയുന്നു, കേട്ടോളൂ. സ്ഥിരീകരിക്കപ്പെടാത്ത സനദില്ലാത്ത ഒരു മുടി നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് കാരന്തൂർ മർക്കസിൽ വെച്ചാൽ നമ്മളതിന് ചോദ്യം ചെയ്യൂല. അത് അവരും അള്ളിയായിക്കോട്ടെ, ഇഷ്ടമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, വെള്ളം കൊണ്ടുപോയിക്കോട്ടെ. ഇതല്ലല്ലോ. ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം വരെ, ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കാൻ 40 കോടിയുടെ പള്ളിയാണ് പോൽ അതിനുവേണ്ടി 1000ന്റെ ടിക്കറ്റുകൾ മുറിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യാപകമായി ഈ തരത്തിൽ ജനങ്ങളുടെ കൈവശത്തിൽ നിന്ന് കാശ് കൈക്കലാക്കാൻ, കാശ് പിരിക്കാൻ വേണ്ടി ഇത് ദുരുപയോഗം. ഞാൻ ചോദിക്കട്ടെ, എന്റെ സഹോദരന്മാരുണ്ടല്ലോ എന്റെ മുന്നിൽ, ഈ മർക്കസിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് 101 രൂപ മുതൽ 10,001 രൂപ പോയിട്ട് ഒരൊറ്റ രൂപക്കെങ്കിലും വിറ്റതായി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും കണ്ട വ്യക്തി ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. മർക്കസിൽ നിന്ന് ഒരൊറ്റ രൂപക്ക് ഈ തിരുകേശം, ആത്മീയ കച്ചവടം എന്നൊക്കെ പറയുന്ന എല്ലാവരും പറയുന്നതാണ് ഈ മുടിയിട്ട വെള്ളം വിറ്റൂൻ. ഇല്ല കേട്ടോ, പരലോകത്ത് നമ്മൾ വരും. ആ ബോധത്തോടെയാണ് സംസാരിക്കുന്നത്. റബ്ബിന്റെ കോടതിയിലെത്തും. അവിടെയും ഞങ്ങൾ പറയും വിറ്റിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ റബീഉൽ അവ്വലിന് 10,000 ആളുകൾക്ക് മർക്കസിൽ വെച്ച് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോ ബോട്ടൽ വാങ്ങിയത് മർക്കസ് സ്വന്തം ചെലവിലാണ്. ബോട്ടൽ വാങ്ങി 50,000 ബോട്ടൽ വാങ്ങി, കുപ്പിയെ. ഈ 50,000 കുപ്പിക്ക് ഒരു കുപ്പിക്ക് 2 രൂപ വെച്ച് കൂട്ടിക്കോ, 1,00,000 രൂപ വില വരും. ഈ 1,00,000 രൂപ മർക്കസ് സ്വന്തം ചെലവിൽ ആളുകൾക്ക് കൊടുത്ത് അവരെല്ലാവരും ഉപയോഗിക്കട്ടെ. ഇതാണ് തീരുമാനിച്ചത്. ഇത് ആത്മീയ കച്ചവടമാണോ? നിങ്ങൾ പറ. 5 കാശിന് ഒരൊറ്റ കുട്ടിയും വിറ്റിട്ടില്ല. വേറെ ആരെങ്കിലും 25,000 രൂപക്ക് വിറ്റതിന് ഞങ്ങൾ ഉത്തരവാദിയും അല്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദോ ഞങ്ങളാരോ അങ്ങനെ 5 കാശിന് പോലും വിറ്റിട്ടില്ല സഹോദരന്മാരെ. എന്ന് മാത്രമല്ല, കളവ് പറയുന്നത് കേട്ടോ നിങ്ങൾ. നെക്സ്റ്റ് എടുക്കട്ടോ, എന്താണ് പറയുന്നത് ശരിക്ക് കേട്ടോളൂ. കളവ് പറയാണ്. കാസിമി എവിടെ വന്നിട്ട് പറഞ്ഞു, മർക്കസിൽ ഈ വെള്ളം വിറ്റ അന്ന് ആളുകൾ വാങ്ങാനില്ലാഞ്ഞിട്ട് അവസാനം വെള്ളം തെങ്ങിന്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തുതാ. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. മാത്രല്ല മൂപ്പര് പറയുന്നു കാന്തപുരം ഈ വെള്ളം കുടിച്ചിട്ടില്ല. അപ്പൊ ഉസ്താദിന്റെ കൂടെ തന്നെ നടക്കായിരുന്നു കാസിമി. പച്ച നുണ പറയാ കേട്ടോ. കോഴിക്കോട്ട് വെച്ച് പറഞ്ഞതാ. കേട്ടോളൂ നിങ്ങൾ. എന്താ കിട്ടിയല്ലേ? ശബ്ദമേ ഉള്ളൂ. അത് അവരെ ഇറക്കിയ കോഴിക്കോട്
സമ്മേളനത്തിന്റെ സിഡിയിൽ അതില്ല. കോഴിക്കോട് വെച്ച് മോമിനിങ്ങളെ ഒരു ബക്കറ്റ് കളക്ഷനുണ്ട്. എല്ലാവരും നമുക്ക് ഏതായാലും നമ്മളെ കയ്യിൽ മുടിയില്ല. ഈ മുടി ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്നും ഉദ്ദേശിക്കണമില്ല. മുടിയുള്ള നാടറിയാം അള്ളാഹുവിടെ പോയൊക്കെ കുടിക്കാൻ നമുക്ക് തോന്നിപ്പിച്ചേ. അതുകൊണ്ട് ഇതിലെല്ലാവരും നിക്ഷേപിക്കണം. എല്ലാവരും ഈ പരിപാടി കടമില്ലാതെ കഴിഞ്ഞു പോകാനുള്ള ഒരു സംഭാവന എല്ലാവരും ചെയ്യണം. ഈ കാസറ്റ് വാങ്ങി ഓരോ പ്രദേശങ്ങളിലും എത്തിച്ച് എല്ലാവരും വളരെ ചെറിയ ഒരു വിലക്ക് ഈ കാസറ്റ് വളരെ കുറഞ്ഞൊരു വിലക്ക് നാളെയോ മറ്റോ ആ കാസറ്റ് കിട്ടും. ആ കാസറ്റ് ഉടനെ പുറത്തണം. ആ കേസറ്റ് എല്ലാവരും ഓരോ പ്രദേശത്തിലും കാണിച്ച് വലിയ രസമെന്താന്നാൽ എന്നോട് കാസർകോട്ടെ ഒരു സംഘം ആളുകൾ ഈ മുടിയുടെ വെള്ളത്തിൽ പോയ ആളുകൾ പറഞ്ഞു അവർക്ക് സംശയം ഉണ്ടാവാനുള്ള കാരണം വെള്ളം കൊടുത്ത് വെള്ളം തീർന്നില്ല. അപ്പോൾ ഒരു ബാക്കിയുള്ള വെള്ളം തെങ്ങിന്റെ വീട്ടിൽ കുറിച്ച് പോകുമ്പോൾ അപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനെയാണ് സുമാറ് മുടിയുടെ വെള്ളമാണെങ്കിൽ പിന്നെ തെങ്ങിന്റെ വീട്ടിൽ ഒഴിക്കുന്നത് എങ്ങനെയാണ്. ആദ്യം 10,000-നും 1,000-നും 101-നും വരെ വിറ്റിട്ട് പിന്നെ വെള്ളം ബാക്കിയായിരുന്നു മക്കത്തൊന്നും കൊണ്ടുപോയ വെള്ളം. അത് തൊട്ടടുത്ത തെങ്ങിന്റെ കുഴിക്കും ഒഴിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നു. ഹബീബായുടെ മുടിയിട്ട വെള്ളത്തിന് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മുടിയാണെങ്കിൽ മുഖ്യാവശ്യം അങ്ങനെ ചെയ്യും. അപ്പൊ അവർക്ക് തന്നെ ഇത് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് തന്നെ ഈ കാര്യത്തെ കുറിച്ച് അറിയാം. ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും അവർക്ക് മുന്നിലരി വെള്ളം കുറിച്ചുണ്ടാവില്ല. കാരണം മുടി നല്ല മുടിയാണല്ലോ. ഏതോ ഒരു മുടിയായിരിക്കും. ഇത്ര വലിയ മുടിയാകുമ്പോ ഏതെങ്കിലും അറബിപ്പള്ളിന്റെ മുടിയാവാനാണ് സാധ്യത. അല്ല ഭക്ഷണത്തിൽ മുടി കിട്ടാൻ പറഞ്ഞാലും ഭക്ഷണത്തിൽ മുടി കിട്ടിയത് പോലെ ഒരു ചെല്ലാണ്. എത്ര കളവാണ് അയാള് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, തെങ്ങിന്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആരാ കണ്ടത്? ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉസ്താദ് കുടിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞാൽ മരിച്ചു പോകണ്ടേ സഹോദരന്മാരെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളും അതിൽ പെട്ടുപോകരുത്.